ക്ഷേത്രകലാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഓട്ടൻതുള്ളൽ കലാകാരൻ കലാമണ്ഡലം പരമേശ്വരന് ക്ഷേത്രകലാ അവാർഡ്. 7500 രൂപയും മൊമന്റോയും സർട്ടിഫിക്കറ്റും. ഒക്ടോബർ 6 മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PN വാസവൻ അവാർഡ് സമ്മാനിക്കും. ക്ഷേത്രകലാശ്രീ പുരസ്കാരത്തിന് KS ചിത്രയും, ക്ഷേത്രകലാ ഫെലോഷിപ്പിന് ഡോക്ടർ രാജശ്രീ വാര്യർ, RLB രാമകൃഷ്ണൻ എന്നിവരും അർഹരായി. ക്ഷേത്രകലയുമായി ബന്ധപ്പെട്ട വിവിധ കലകൾ അവതരിപ്പിക്കുന്നവർക്കാണ് അവാർഡ് നൽകുന്നതെന്ന് ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പറഞ്ഞു. M. വിജിൻ MLA, സെക്രട്ടറി കൃഷ്ണൻ നടുവിലത്ത്, മലബാർ ദേവസ്വം ബോർഡ് അംഗം K. ജനാർദ്ദനൻ, PK മധുസൂദനൻ, ക്ഷേത്രകലാ അക്കാദമി അംഗം ഗോവിന്ദൻ കണ്ണുപുരം, കലാമണ്ഡലം മഹേന്ദ്രൻ, TK സുധി എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 73-ാം വയസ്സിലും ഓട്ടൻതുള്ളൽ എന്ന കലയെ ജീവിത ഉപാസനമാക്കിയ കലാമണ്ഡലം പരമേശ്വരന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒട്ടനവധി ശിക്ഷകണങ്ങളും ഉണ്ട്. ഓട്ടൻതുള്ളലിനെക്കുറിച്ചും നാൾ വഴികളെക്കുറിച്ചും ഇനി കലാമണ്ഡലം പരമേശ്വരൻ പറയും. ഈ വർഷത്തെ കേരള ക്ഷേത്രകലാ പുരസ്കാരം ലഭിച്ച കലാമണ്ഡലം പരമേശ്വരനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അവാർഡിനെ കുറിച്ചും അതുപോലെ ഓട്ടൻതുള്ളൽ കലയെക്കുറിച്ചും അദ്ദേഹം നമ്മളോടൊപ്പം സംസാരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ അവാർഡിനെ കാണുന്നത്, എങ്ങനെയാണ് ഈ അവാർഡ് ലഭിച്ചത്? ഒരു ഓട്ടൻതുള്ളൽ കലാകാരനെ സംബന്ധിച്ച് ഈ അവാർഡ് എനിക്ക് ഇനി തുള്ളൽക്കാരെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ക്ഷേത്രകലാ പുരസ്കാരം കൂടിയാണ്. ആദ്യകാലങ്ങളിൽ ഈ ക്ഷേത്രത്തോട് മാത്രം അനുബന്ധമായി കടന്നിരുന്ന ഒരു കലയാണ് ഈ ഓട്ടൻതുള്ളൽ എന്ന കല. ഇപ്പോൾ ജനീയ കലയായി എങ്കിലും അത് എനിക്ക് ഈ വർഷം എന്ന് പറഞ്ഞാൽ 2022-ലാണ് ഞാൻ അതിൽ കണ്ടത്. അതിലെന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള അവിടുത്തെ കമ്മിറ്റിക്കാരോട് എല്ലാവരോടും എനിക്ക് അതിയായ നന്ദിയാണ് ആദ്യം എനിക്ക് പറയാൻ. ഞാൻ ഏകദേശം 55-58 വർഷങ്ങളായി ഓട്ടൻതുള്ളൽ കലയിൽ പ്രവർത്തിച്ചു വരുന്നൊരു കലാകാരനാണ്. ഇന്നും ഈ തുള്ളൽ കലയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കേരള കലാമണ്ഡലത്തിൽ ഇന്നും ഞാൻ പരീക്ഷാ കമ്മിറ്റി മെമ്പറാണ്. എല്ലാറ്റിലും എന്നെ ഉൾപ്പെടുത്താറുണ്ട്. അത് പരീക്ഷാ ബോർഡിൽ മാത്രമല്ല, പുതിയ അധ്യാപക നിയമനത്തിൽ, പുതിയ കുട്ടികളെ എടുക്കുന്നതിൽ, അങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ ഞാൻ അവിടെ കലാമണ്ഡലത്തിൽ ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് ഇന്നും പ്രവർത്തിച്ചു വരുന്നൊരു കലാകാരനാണ്. ഒരുപാട് കുട്ടികളെ എനിക്ക് പഠിപ്പിക്കാനായിട്ട് അവസരം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, സ്കൂൾ യുവജനോത്സവ വേദികളിൽ ഒരു കാലത്ത് അനവധി കുട്ടികളെ തുള്ളൽ പഠിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നും വളരെ അത്യാവശ്യമായിട്ട് വരുന്ന കുട്ടികൾക്ക് ഇന്നും ഞാൻ തുള്ളൽ എന്ന കലാരൂപം പകർന്നു കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഞാൻ ഈ തുള്ളൽ കൊണ്ട് പലപ്പോഴും എനിക്ക് ഈ തുള്ളൽ കൊണ്ട് മാത്രം ഞാനിന്ന് ഉപജീവനം കഴിക്കുന്നൊരു വ്യക്തിയാണ്. എന്താ പറയുക, ഉപാസന നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഓട്ടൻതുള്ളൽ കല കൊണ്ട് തന്നെ ഞാൻ വിവിധ രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, മലയാളികൾ ഒത്തുകൂടുന്ന കേരള സമാജങ്ങളിൽ, മലയാളി സമാജങ്ങളിൽ എല്ലാം എനിക്ക് ഒരുപാട് തുള്ളൽ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് വയസ്സിൻ്റെ ഒരു കാരണം എന്ന് പറയാം, 73 വയസ്സെല്ലാം കഴിഞ്ഞു. എന്നാലും ഞാൻ ഈ തുള്ളൽ കല പഠിപ്പിക്കുകയും അതുപോലെ തുള്ളൽ കലയോട് ചേർന്നിട്ടുള്ള തുള്ളൽ ത്രയം, തുള്ളൽ കച്ചേരി, ഇതെല്ലാം ഞാൻ അവതരിപ്പിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഇതെല്ലാം അവതരിപ്പിക്കുകയും എൻ്റെ ശിഷ്യകളോടൊത്ത് മാത്രം പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, എൻ്റെ മകൾ ഇന്നും ഈ കല ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഓട്ടൻതുള്ളൽ മാത്രമല്ല, എൻ്റെ ഒരു കലാസ്ഥാപനം എന്ന് പ്രവർത്തിക്കുന്നുണ്ട്, കേരള കലാലയം എന്ന് പറയുന്നൊരു സ്ഥാപനം. അവിടെ ഓട്ടൻതുള്ളലിന് പുറമെ വിവിധ കലാരൂപങ്ങൾ, മോഹിനിയാട്ടം, ഭരതനാട്യം, അതുപോലെ തന്നെ ഫോക്ക് ഡാൻസ്, കുച്ചിപ്പുടി, കേരള നടനം, തിരുവാതിരക്കളി, ഇതെല്ലാം പഠിപ്പിച്ച് വരുന്നുണ്ട്.
എൻ്റെ മോളാണ് കലാലയത്തിൻ്റെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രകലയുമായി ബന്ധപ്പെട്ടാണ് ഈ അവാർഡ് ലഭിച്ചത്. ഈ ക്ഷേത്ര കലയോട് അനുബന്ധപ്പെട്ടിട്ടുള്ള അവാർഡാണ് എനിക്ക് ഈ തവണ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പേ ഏതൊക്കെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്? ഇതിനു മുമ്പ് ഒട്ടനവധി അവാർഡുകളെല്ലാം കിട്ടിയിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കേരള കലാമണ്ഡല അവാർഡ്, ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അവാർഡ്, അതുപോലെ തന്നെ അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരക അവാർഡ്, അതുപോലെ ഗുരുവായൂർ ബമ്മിയൂർ പുരസ്കാരം, മലബാർ രാമനായർ പുരസ്കാരം, അതുപോലെ തന്നെ കണ്ണൂരിൽ ആദ്യമായി പ്രവർത്തിച്ചിട്ടുള്ള കേരളത്തിൻ്റെ അതായത് ഓട്ടംതുള്ളൽക്കാരുടെ സംഘടനയായിട്ടുള്ള അതിൽ തുള്ളൽക്കാരുടെ ഒരു ബഹുമതി പത്രം എന്ന് വേണ്ട, അതുപോലെ തന്നെ ഗേവൂർ ദാമോദരൻ നായർ പുരസ്കാരം, അതുപോലെ അടുത്ത കാലത്ത് കിട്ടിയിട്ടുള്ള ഈ ബോംബെയിൽ മലയാളി സമാജങ്ങളുടെ പുരസ്കാരങ്ങൾ, ദുബായിൽ നിന്ന് കിട്ടിയിട്ടുള്ള കൈരളി ആർട്സ് ക്ലബിൻ്റെ പുരസ്കാരം, അങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്നും പുരസ്കാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ കഴിഞ്ഞ തവണ ഒരു മരണപ്പെട്ടിട്ടുള്ള നമ്മുടെ പയ്യനേളം ഗോപാലകൃഷ്ണാശാൻ്റെ പേരിലുള്ള അവാർഡ് എനിക്കാണ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ പേരിൽ പിന്നെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു. ഗീതാനന്ദൻ്റെ പേരിൽ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് കേരള കലാമണ്ഡലം എന്നെയാണ് തിരഞ്ഞെടുത്തത്. അതുപോലെ കൂഴാമ്പറമ്പിൽ ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതും ഗീതാനന്ദൻ്റെ പേരിലായിരുന്നു. അതും എനിക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള പുരസ്കാരങ്ങൾ, ഏകദേശം 40 പുരസ്കാരങ്ങൾ ഉണ്ടാക്കുന്നതാണ് എൻ്റെ കാര്യം. ഇപ്പോൾ ഈ 73-ാം വയസ്സിലും ഈ ഓട്ടംതുള്ളൽ സജീവമാണ് ഈ കലാരംഗത്ത് തന്നെ. ഇപ്പോഴും ഞാൻ സജീവമാണ്. ഓട്ടംതുള്ളലല്ലാതെ എനിക്ക് തുള്ളൽക്കല അല്ലാതെ എനിക്ക് വേറെ ചിന്തിക്കാനില്ല. ഇപ്പം അങ്ങനെ ആ കല ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ആ ഊർജ്ജസ്വലതയോടെ നിലനിൽക്കുന്നത്. ഞാൻ ഓട്ടംതുള്ളൽക്കല അങ്ങനെ ഊർജ്ജസ്വലതയോടുകൂടി തന്നെയാണെന്ന് പ്രവർത്തിച്ചു വരുന്നത്. കാരണം അടുത്ത ഒരു എന്താ പറയുക, കലാകാരന്മാർ പറയാറുണ്ട് പിന്നെ വലിയൊരു ജോലി അങ്ങനെ കൊടുത്താൽ എനിക്ക് നിൻ്റെ ആവരുതേ, എൻ്റെ ആളാവരുതേ എന്ന്. എന്നെ സംബന്ധിച്ചല്ല, ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ ഒരു തുള്ളൽ കലാകാരനായിട്ട് ജനിക്കണം എന്ന് തന്നെയാണ് ഞാൻ ഇന്നും വിചാരിക്കുന്നത്. അല്ല, ഞാൻ അങ്ങേ പലപ്പോഴും കാണുമ്പോൾ പലരും പല ടെൻഷനിലും വളരെ ബുദ്ധിമുട്ടൊക്കെയായി ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉള്ളപ്പോഴും അങ്ങ് വളരെ ഒരു പ്രസരിപ്പോടെയാണ് കാണാറ് ഇപ്പോഴും. അപ്പോൾ അത് ഈ കല ഈ ഓട്ടംതുള്ളലിൽ നിന്ന് കിട്ടിയ ഇത് തന്നെയാണോ? അത് എനിക്ക് കിട്ടിയിട്ടുള്ള, അതായത് എൻ്റെ ചെറുപ്പകാലങ്ങളിലും കൂടെ പറയുകയാണെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ട് ഞാൻ ഈ തുള്ളൽക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ അരണ്ട് മുറുക്കി കുത്തിയിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ 3-ാം ക്ലാസ് മുതൽ തന്നെ ഒരു തുള്ളൽ കലാകാരനായിട്ട് ജനിച്ചു എന്നുള്ളതാണ് എൻ്റെ കൽപ്പന. കാരണം ഞാൻ കുന്നത്ര സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആനിവേഴ്സറി നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് വേറൊരാൾ തുള്ളൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ അന്നത്തെ അധ്യാപകനായിട്ടുള്ള കുഞ്ഞിക്കണ്ണൻ മാഷ്. ഞാനും പേര് ഓർക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഒരു തുള്ളൽക്കാരനെ വാർത്തെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വീടടുത്താണ്, കല്ലമ്പറമ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ തന്നെ ഞാൻ എപ്പോഴും വളരെ വൈകിട്ടാണ് വീട്ടിൽ പോകാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ കുട്ടികളുടെ റിഹേഴ്സലെല്ലാം കണ്ടിട്ടാണ് പോവുക. അങ്ങനെ ഈ കുട്ടിയെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ ഇപ്പുറത്ത് നിന്നിട്ട് കളിക്കുകയാണ്. അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇപ്പുറത്ത് പഠിക്കുകയാണ്. ഇത് അന്നത്തെ ഹെഡ് മാഷായിട്ടുള്ള ഗോപാലൻ മാഷ് ഇത് കണ്ടുകൊണ്ട് വരികയാണ്. ഒരു ചൂരൻ വടി ഉണ്ട് കയ്യിൽ. എന്താണ് അതിൽ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞ് തുള്ളൽ കാണുകയാണ്. അപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉടനെ തന്നെ അദ്ദേഹം മറ്റേ കുഞ്ഞിക്കണ്ണൻ മാഷെ വിളിച്ചു. മാഷേ, ഇയാളെ ഒന്ന് പഠിപ്പിച്ച് നോക്കുക, നമുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാമോ എന്ന്. അങ്ങനെ അവനെ മാറ്റിക്കൊണ്ട് എന്നെ തുള്ളൽ പഠിപ്പിക്കുകയാണ്. അവിടെ നിന്നോട്ട് ഞാൻ പിന്തിരിഞ്ഞ് നോക്കിയിട്ടില്ല. അന്ന് മുതൽക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലം വരെ സ്കൂൾ യുവജനോത്സവത്തിലെല്ലാം ഞാൻ ഓട്ടംതുള്ളലിൽ അന്ന് കാലത്ത് തേടടക്കം
കരസ്ഥമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഓട്ടംതുള്ളിലൊരു കമ്പം വരുന്നത്. അല്ല, ഇപ്പോഴും ഇത്രയും ഉന്നത ഉയരങ്ങളിൽ എത്തിയിട്ടും ഇപ്പോൾ അങ്ങ് പഴയ ആ കാലം ഓർത്തല്ലോ, കുഞ്ഞിക്കണ്ണൻ മാഷാണ് എന്നെ തുള്ളൽ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ആ മാഷാണ് എന്നെ ചെയ്തതെന്നുള്ളത്. കാരണം ഇന്നത്തെ തലമുറകളൊക്കെ അത് പെട്ടെന്ന് മറന്നു പോവാണ്. കാരണം ഇന്ന് അവരാരും ഓർക്കുന്നില്ല. അവർ അധ്യാപകരെ എന്നല്ല, അവർക്ക് ആരെയും ഓർക്കേണ്ട കാര്യമില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ പഴയന്നൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട അതുകൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്. കാരണം ഇപ്പോൾ അങ്ങ് പുറത്തൊക്കെ ഇപ്പോൾ ഇതായതുകൊണ്ട് ആ രീതിയിലേക്ക് നമുക്കത് കണക്കാക്കാം. പക്ഷെ പഴയന്നൂർ കാര്യം എങ്ങനെയാണ് ഒരു ഓട്ടൻതുള്ളൽ കലാകാരൻ എന്ന രീതിയിൽ അങ്ങയെ കാണുന്നത്? പണ്ട് കാലങ്ങളിലെല്ലാം ഈ ഓട്ടംതുള്ളൽ കലാകാരനോട് ഒരു തുച്ഛമായിട്ടുള്ള ഒരു സമീപനമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കാലങ്ങൾ മാറി. കലയോട് തന്നെ ഞാനൊക്കെ കലാമണ്ഡലത്തിൽ പോയി കൊണ്ടിരിക്കുന്ന കാലത്ത് ഇവിടെ വളരെയധികം ഈ ഓട്ടംതുള്ളൽ കല മാത്രമല്ല, എല്ലാ കലയോടും അത്രമാത്രം ഒരു പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല നമ്മുടെ പഴയന്നൂർ എന്ന് മനസ്സിലായി. പിന്നീടെല്ലാം മാറി. ഇന്ന് എല്ലാ വീടുകളിലും ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, കുട്ടികളെ ഓട്ടംതുള്ളൽ പഠിപ്പിക്കാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പുരോഗമിച്ചു. ഈ ഓട്ടംതുള്ളൽ എന്ന കല മാത്രം പിന്നെ ധാരാളം പുരോഗമിച്ചു വരികയാണ്. എന്നാൽ ഓട്ടംതുള്ളലിന് വേണ്ടത്ര പുരോഗതിയോ ഇല്ലെങ്കിൽ വേണ്ടിവരുന്ന അംഗീകാരങ്ങളോ ഇന്നും കിട്ടുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കലാകാരന്മാരുടെ സ്ഥിതി വളരെ ദയനീയാവസ്ഥയാണ്. കാരണം അവർക്ക് അർഹതപ്പെട്ട വരുമാനം കിട്ടുന്നില്ല അല്ലേ? വേണ്ടുന്ന ഒരു പരിഗണന നമ്മുടെ തുള്ളൽ കലയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. പക്ഷേ കാരണം ആദ്യത്തേക്കാൾ പുരോഗതിയൊക്കെ ഉണ്ട്. ഓട്ടംതുള്ളൽ ഒരുപാട് പുരോഗതികളുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഓട്ടംതുള്ളൽ ഏറിക്കവിഞ്ഞാൽ ഒരാളെ 2 പേരെ മാത്രമേ കലാമണ്ഡലത്തിൽ സെലക്ട് ചെയ്യാറുള്ളൂ, എടുക്കാറുള്ളൂ. ഇന്നതെല്ലാം മാറി. ഇന്നിപ്പോൾ പിന്നെ ഒരു യൂണിവേഴ്സിറ്റിയായി ഇഷ്ടംപോലെ കുട്ടികൾ, ഓട്ടംതുള്ളൽ മാത്രമല്ല ഇതര കലകളിലും ഇഷ്ടംപോലെ കുട്ടികൾ പഠിപ്പിക്കാൻ അധ്യാപകന്മാരെയൊക്കെ നിയമിക്കുന്ന കാലഘട്ടമാണ്. അന്ന് എന്നെ പഠിപ്പിക്കുന്ന സമയത്ത് മലബാർ നായരാശാൻ്റെ ശിഷ്യനായിട്ടുള്ള ദിവാകരൻ നായരാശാനാണ് അന്നത്തെ ഗുരുനാഥൻ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ സംഗീതം പഠിപ്പിച്ചത് എനിക്ക് വാസുദേവ പണിക്കരാണ്. സാഹിത്യം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഗുരുവായൂർ ഉണ്ണികൃഷ്ണൻ ഇളയതാണ്. അവരെല്ലാം ഞാനിന്ന് ഓർക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിന്ന് കഞ്ഞി പിടിച്ച് പോകണം. കാരണം അവർ ഗുരുഭക്തി ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. അപ്പോൾ ഗുരുവിനെ നിന്ദിച്ചുകൊണ്ടുള്ള ഒരു പ്രയോജനമില്ല. എന്തായാലും ഇങ്ങനെ ഈ ചെറിയ പുരസ്കാരങ്ങളിൽ ഒതുങ്ങി നിൽക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ പത്മശ്രീ എന്തോ അതിനു വേണ്ടി ശ്രമം നടത്തി. പത്മശ്രീയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, പത്മശ്രീയെ തെരഞ്ഞെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. കാരണം 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പത്മശ്രീക്ക് വേണ്ടി അപേക്ഷിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കേരള മുഖ്യമന്ത്രി, അതുപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, പിന്നെ നമ്മുടെ രാധാകൃഷ്ണൻ, നമ്മുടെ MLA അന്ന് മന്ത്രിയാണ്, ഇവരെല്ലാം സമീപിച്ച് ഞാൻ എൻ്റെ ഒരു അപേക്ഷ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അയച്ചു. അതുമാത്രമല്ല, അയച്ചതിന് ശേഷം ഞാൻ പ്രധാനപ്പെട്ട ചില വ്യക്തികളെ എല്ലാം പോയി കണ്ട് ഞാനിങ്ങനെ അപേക്ഷിച്ചിട്ടുണ്ട്. വേണ്ടുന്ന ഒരു പ്രോത്സാഹനം എനിക്ക് നൽകണം എന്നെല്ലാം അവരുടെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ അന്വേഷിച്ചുകൊണ്ട് വിജിലൻസ് ആണെന്ന് തോന്നുന്നു, എനിക്ക് CBI ഇൻസ്പെക്ടറും എല്ലാം അന്വേഷണ വിധേയമായിട്ട് എൻ്റെ വീട്ടിൽ വരികയുണ്ടായി. ഞാനവിടെ ഇല്ല. അപ്പോൾ പോലീസുകാർ അവർ വന്നപ്പോൾ അവർ വീട്ടുകാരെ പേടിച്ചു. എന്താണ് കലാമണ്ഡലം പരമേശ്വരനെ അന്വേഷിച്ച പോലീസുകാരുടെ എന്താ കാരണം? അതിനു മുമ്പ് തന്നെ എനിക്ക് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്തവണത്തെ പത്മശ്രീ പുരസ്കാരം ഓട്ടംതുള്ളിൽ കലാമണ്ഡലം പരമേശ്വരനാണ് എന്നുള്ള ഒരു ശ്രുതി അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം എന്താണെന്ന് വിചാരിച്ചാൽ കലാമണ്ഡലത്തിൻ്റെ അന്വേഷണം. അതുപോലെ എൻ്റെ സുഹൃത്തുക്കളായിട്ട് കലാമണ്ഡലം പ്രഭാകരൻ, കലാമണ്ഡലം ഗോപിനാഥപ്രഭ, അങ്ങനെയുള്ള കലാമണ്ഡലത്തിൽ ചെയ്ത വ്യക്തികൾ അവരോടെല്ലാം ചോദിച്ചിരിക്കുകയാണ്, ഈ കലാമണ്ഡലം പരമേശ്വരൻ എങ്ങനെയാണ്, അയാളുടെ സ്വഭാവം എങ്ങനെയാണ്, അല്ലെ രാഷ്ട്രീയത്തിൽ ഉള്ള ആളാണ്, അങ്ങനെയുള്ള ഇതര ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. അവരെല്ലാം പറഞ്ഞു അദ്ദേഹത്തിന് രാഷ്ട്രീയമൊന്നുമില്ല. തിരിച്ചും വ്യക്തിപരമായിട്ട് പറയുകയാണ്, ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഓട്ടംതുള്ളൽ കലാകാരനാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഒരു സീനിയർ അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം.
എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഒരു CBI ഇവിടെ അന്വേഷണം വന്നു. പിന്നെ അത് വില്ലേജിൽ വന്നു. വില്ലേജിൽ അടിസ്ഥാനത്തിൽ, താലൂക്ക് അടിസ്ഥാനത്തിൽ കളക്ടർ അന്വേഷണം അങ്ങനെ വന്നിട്ട് പറഞ്ഞു ഇത്തവണ നിങ്ങൾക്കില്ലാണ് എന്നുള്ളത് പറഞ്ഞിട്ടാണ് അവർ പോയത്. പക്ഷെ ഓട്ടൻതുള്ളലിന് കൊടുത്തില്ലല്ലോ. ഓട്ടൻതുള്ളലിന് ഇപ്രാവശ്യം കൊടുത്തിട്ടില്ലല്ലോ. കൊടുത്തിട്ടില്ല. അങ്ങനെ 3 പേരിൽ ഒരാൾ ഞാനാണ് എന്നുള്ളത് എനിക്ക് കിട്ടി. അപ്പൊ അതുകൊണ്ട് 2 പേരെ മാത്രമേ അന്ന് സെലക്ട് ചെയ്തുള്ളൂ. ഞാൻ തടയപ്പെട്ടു. അല്ല, ഓട്ടൻതുള്ളലിന് കൊടുത്തില്ലല്ലോ. ഓട്ടലിന് കൊടുത്തിട്ടില്ല. ഓട്ടലിനുള്ളിൽ കൊടുക്കണം എന്നുള്ളത് ഞാൻ അവിടെ അന്നത്തെ ഒരു കത്ത് മുഖേന അന്നത്തെ മുരളി കേന്ദ്രമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിനൊക്കെ ഒരു കത്ത് വിടുകയുണ്ടായി. ഓട്ടലിനുള്ളിൽ വേണ്ടത് പ്രോത്സാഹനം കൊടുക്കണം. കാരണം എല്ലാ കലകൾക്കും നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തുള്ളൽ കലയ്ക്ക് നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കണം പറഞ്ഞിട്ട് ഞാൻ കത്ത് വിടുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഓട്ടലിനുള്ളിൽ അംഗീകാരം കിട്ടിയില്ല, തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. എന്തായാലും കുറച്ച് വൈകിയാലും അംഗീകാരം തേടിയെത്തും. അത് പഴയകാർക്ക് അഭിമാനിക്കാനാവട്ടെ. അതിനെയാണ് എൻ്റെ എല്ലാവരുടെയും പ്രാർത്ഥന. മാത്രമല്ല നമ്മുടെ തട്ടകത്തെ പള്ളിപ്പുറത്തപ്പൻ്റെയും പടയന്നൂർ അമ്മയുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്.